വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മമ്മീസ്. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ അസൈൻമെന്റ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗോ ടു ദി ക്ലാസ്. ഫസ്റ്റ് വൺ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ മാത്സിൽ പഠിച്ച ഈക്വൽ ടു സൈൻ എല്ലാവർക്കും അറിയാമല്ലോ. എക്സാമ്പിൾ നോക്കുക. എ ഈക്വൽ ടു 10. ദാറ്റ് മീൻസ് എ ഈസ് അസൈൻഡ് എ വാല്യൂ 10. The following are the important assignment operators in almost all languages. ഏതൊക്കെയാണെന്ന് നോക്കുക. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു. ഫസ്റ്റ് വൺ, പ്ലസ് ഈക്വൽ ടു നോക്കുക. എ പ്ലസ് ഈക്വൽ ടു 5. ഇത് എക്സ്പാൻഷൻ. ഇതിന്റെ മീനിങ് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു എ പ്ലസ് 5 പറഞ്ഞുതരാം. സപ്പോസ് ഇനിഷ്യലി എ എന്ന് പറയുന്ന വേരിയബിൾ 10 എന്നുള്ള വാല്യൂ ആണ് കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, എയുടെ വാല്യൂ 10. ദെൻ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് എ പ്ലസ് ഇക്വൽ ടു 5. ഈ കോഡ് കൊടുത്ത അതിൻ്റെ മീനിങ് ഓൾറെഡി ഉള്ള മെമ്മറി ലൊക്കേഷനിലെ വാല്യൂവിലേക്ക് 5 ആഡ് ചെയ്യാനാണ്. അതാണ് അതിൻ്റെ മീനിങ്. എ ഈക്വൽ ടു എ പ്ലസ് 5 എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ലൈക്ക് ദാറ്റ്. മൈനസ് ഈക്വൽ ടു എ മൈനസ് ഈക്വൽ ടു 5. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? എ ഈക്വൽ ടു എ മൈനസ് 5 എന്നായിരിക്കും. Star equal to, that's for multiplication. A star equal to 5 means A equal to A into 5, like that division. Okay, ഇതാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അടുത്ത സെക്ഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പൈത്തൺ സോഫ്റ്റ്വെയറിൽ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്രോഗ്രാം കോഡും റൈറ്റ് സൈഡിൽ കാണുന്നത് ഔട്ട്പുട്ടുമാണ്. ഫസ്റ്റ് പ്രോഗ്രാം കോഡിലേക്ക് നോക്കാം. എ ഈക്വൽ ടു 10, എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ അതിന് മീനിങ് ഇനിഷ്യലി കമ്പ്യൂട്ടർ മെമ്മറിയിൽ 10 എന്നുള്ള വേരിയബിൾ എയ്ക്കുണ്ട്. എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ മീനിങ്. ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് വേരിയബിൾ എയ്ക്കകത്താണ്. നെക്സ്റ്റ് കോഡ് പ്രിന്റ് ഡബിൾ കോഡ്സ് എ പ്ലസ് ഈക്വൽ ടു 5 കോളൻ ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്തെങ്കിലും അത് സ്ക്രീനിൽ അതേപടി ഡിസ്പ്ലേ ചെയ്യും. നോക്കി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഔട്ട്പുട്ട് നോക്കുക എല്ലാവരും. എ പ്ലസ് ഈക്വൽ ടു 5 കോളൻ അത്രയും ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോമ എ എന്ന് പറഞ്ഞ വേരിയബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ വേരിയബിളിലെ വാല്യൂ ആണ് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട്? 15. ഓക്കെ, കൺസിഡർ അനദർ കോഡ് സെഗ്മെൻറ്റ്. എ ഈക്വൽ ടു 4, എ സ്റ്റാർ ഈക്വൽ ടു 3. എ സ്റ്റാർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ മീനിങ് എ ഈക്വൽ ടു എ ഇൻറ്റു 3 എന്നാണ്. നൗ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. പ്രിന്റ് ഡബിൾ കോഡ്സ് എ ഈക്വൽ ടു. ഔട്ട്പുട്ട് നോക്കുക. റൈറ്റ് സൈഡിൽ എ ഈക്വൽ ടു എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. അതാണ് ഡബിൾ കോഡ്സിൽ കൊടുത്തേക്കുന്നത്. കോമ എയുടെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതായത് റിസൾട്ട് എ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് ഇപ്പോൾ 4 ഇൻറ്റു 3 12 എന്നുള്ളതാണ്. ഇതാണ് പൈത്തൺ കോഡിനകത്തെ ഇത് എങ്ങനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നു എന്നുള്ള ആപ്ലിക്കേഷൻ. ദിസ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോമൺ ആയിട്ടുള്ളത് 3 എണ്ണമാണ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ ആൻഡ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദിസ്? ദിസ് ഈസ് യൂസ് ടു കമ്പൈൻ 2 or more കണ്ടീഷൻസ്. 2 or അതിലധികമോ കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാനായിട്ടാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ റിട്ടേൺ എ ബൂളിയൻ വാല്യൂ ട്രൂ ഓർ ഫോൾസ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു എക്സ്പ്രഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. നൗ ലുക്ക് ദിസ് ടേബിൾ. You can see in the left side there are 3 operators: logical and, logical or and logical not. ഇനി ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ ലോജിക്കൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിന് ഡിസ്ക്രിപ്ഷൻ അറിയണമെങ്കിൽ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകണം. ലുക്ക് അറ്റ് ദി റൈറ്റ് സൈഡ്. ദർ ഇസ് ദി എക്സാമ്പിൾ ഓഫ് ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ. എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10. ഇപ്പം ഇതിൽ 2 എക്സ്പ്രഷൻ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്തേക്കുവാണ്. ഇതിൻ്റെ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും എക്സ്പ്രഷന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കണം. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. നെക്സ്റ്റ് ഈസ് ഓർ. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദാറ്റ് മീൻസ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പാർട്ട് ട്രൂ ആയാൽ ഫൈനൽ ആൻസർ ട്രൂ ആയിരിക്കും. ദെൻ നോട്ട്. റിവേഴ്സ് ദി റിസൾട്ട്. ഇത് നോക്കിയ ഒരു എക്സ്പ്രഷൻ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10. ഇതറിയാൻ നമുക്ക് തൊട്ട് മുകളിലെ ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ ആണെന്നല്ലേ. അപ്പൊ ആ എക്സ്പ്രഷന്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ നോട്ട് ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനി ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ നോട്ട് ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ റിസൾട്ട് ട്രൂ ആവും. ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്
എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇലക്ട്രോണിക് സ്റ്റുഡൻസിന് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡെവലപ്പ് ലോജിക്കൽ ഗേറ്റ്സ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്. പോളിടെക്നിക് പഠിക്കുന്ന സ്റ്റുഡൻസിന് അതുപോലെ തന്നെ 12th വരെയുള്ള സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ ചെയ്യാൻ ട്രൂത്ത് ടേബിൾ ഒക്കെ ഉണ്ട്. അപ്പൊ ആ കേസിൽ ലോജിക്കൽ ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലോജിക്കൽ ആൻഡ് ഓർ നോട്ട്. അപ്പൊ ഇതിനകത്ത് ട്രൂത്ത് ടേബിളിനകത്ത് 0 നമ്മൾ ഫോൾസ് വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, 1 ട്രൂ വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. Then logical AND gate is used for designing multiplexer and decoders, and logical OR gate is used for designing 5 alarms, multiplexer, etc. അതുപോലെ തന്നെ what is the use of logical NOT gate? It is used to build memory blocks in computer. അപ്പോൾ ഇത്ര ആപ്ലിക്കേഷൻസ് ഈ ഗേറ്റ്സിനകത്ത് ഉണ്ട്. Okay, my dear students, now it's time for your homework. First question, expand the assignment expression C/=D. ഇതിന്റെ മീനിങ് അറിയാവുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ട്രൂ ഓർ ഫോൾസ്. ഇവിടെ നോക്കുക, S=10, Y=4, S greater than 15 and Y less than 25. ഇതൊരു ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാവുന്നവർ കണ്ടുപിടിച്ച് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ആൻസർ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, വി ആർ ട്രൈയിങ്. സോ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയും ദിവസം മൈൽസ്റ്റോൺ മമ്മീസ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ. ശാരദവിധുവിൻ ശീതളകിരണം സ്വാന്തന ചന്ദനമാ